കൃപാസന മൃതശീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടെയും പരിശുദ്ധമെന്നുള്ള വലിയ വിശ്വാസത്തിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും
ചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് രതിയുടെ സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തിരി പേര് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഈ മാസം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ഉള്ള ക്യാപിറ്റൽ സാക്ഷ്യങ്ങളാണ് ഉള്ളത്, ചെറിയ സാക്ഷ്യങ്ങളല്ല. പക്ഷേ രതി പറഞ്ഞതിൻ്റെ ഒരു വിഷയം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, 2019 ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിൻ്റെ ഘോഷയാത്രയാണ്. അത്രയും സാഹിത്യമൊക്കെ എങ്ങനെ പറഞ്ഞെന്ന് ഓർക്കണത്. പക്ഷെ ഞാൻ അതിൻ്റെ എന്താണ് ഇവർ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഒന്ന് 35 വയസ്സുള്ള ഒരു കല്യാണം ഒത്തില്ല. മാതാവിനോടൊന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം വെക്കണമെന്നല്ല പറഞ്ഞത്, എന്നെപ്പോലെ ശാന്തശീലതയും സൗമ്യ സ്വഭാവവുമുള്ള ഒരാളെ വേണം എനിക്ക് തരാൻ. അയാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം. കണ്ടീഷൻസാണത്. അത് അങ്ങനെയൊക്കെ മാതാവിനോട് പറയണമെങ്കിൽ അത്രയും ബന്ധം നമുക്കുണ്ടാകണം, അത്രയും വിശ്വാസം ഉണ്ടാകണം. നമുക്കിങ്ങനെ പറയാവോ, പറഞ്ഞാൽ ഒക്കുവോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? അതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ദൈവത്തോട് എന്ത് പറയാം, എന്ത് പറയേണ്ട എന്നൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ അവർ റിലേഷൻ, പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ ബന്ധത്തിലാണ്. അത് വലിയ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ കാമ്പെന്ന് പറയണത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷനാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ പരിചരിച്ച് കൊണ്ടുവരേണ്ടതാണ്, ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് പേഴ്സണൽ റിലേഷൻ. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും ഈ ധ്യാനം ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാമോ വെച്ച് ഈ ധ്യാനത്തില് ഓൺലൈനായി സംബന്ധിക്കാനിരിക്കുന്നവരും അടിസ്ഥാനപരമായി ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ആ ബന്ധത്തിന്റെ ഭാഗമായ ഒരു വിശ്വാസവും ഉണ്ടാകുന്നതിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വലിയ ദൈവാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കാ സുവിശേഷമുണ്ട്. ആ സുവിശേഷം അനുസരിച്ചാണ് ആ പ്രാർത്ഥന പോകുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ആ പ്രാർത്ഥന വിസിബിളാണോ എന്ന് മാത്രമാണ്, വചനാധിഷ്ഠിതമാണോ, അതാണ് വിഷയം. പ്രാർത്ഥന വചനാധിഷ്ഠിതമാണെങ്കിൽ നിനക്കത്
ടെക്നിക്കലായിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല അത് നിനക്ക് ലഭിക്കാൻ. എന്താ വചനം എന്താ അതിൻ്റെ അത്? ലുക്ക 11:11 രതിയുടെ പ്രാർത്ഥനയിലെ വചനം എന്താ? ലുക്ക 11:11 മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? അതായത് ഇല്ലെന്നാണ്. മീൻ ചോദിച്ചാൽ എന്തിന് മീൻ തന്നെ കൊടുക്കുമെന്നാണ്. അതാണ് വിഷയം. അത് വചനാധിഷ്ഠിതമാണ്, അല്ലാതെ അഹങ്കാരമോ തോന്നിവാസമോ അല്ല. അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണത്. അവർ നിഷ്കളങ്കമായി ചോദിച്ചൊരാവശ്യമാണ്. അതിൻ്റെ അകത്ത് കളങ്കമൊന്നുമില്ല. ആവശ്യങ്ങളിൽ കളങ്കം വരരുത്. ഇപ്പം രതി നിഷ്കളങ്കമായി ചോദിച്ചാൽ ഞാൻ അതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യണം ആ പ്രാർത്ഥനയെ. അതായത് അവളെന്താ പറഞ്ഞത്? എനിക്ക് 35 വയസ്സായി. 35 വയസ്സാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു റിസ്ക്കാണ്. കല്യാണം അവിടെ പോലെ റിസ്ക്കായി തുടങ്ങും. ജീവിത പങ്കാളികളുടെ എണ്ണം കുറഞ്ഞു വരും. പക്ഷേ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അവൾ എന്നാ പ്രാർത്ഥിക്കണത്? എനിക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ തന്നെ വേണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻസ് എന്താണ്? അയാൾ എന്നെപ്പോലെ സൽസ്വഭാവിയും ശാന്തനും സമാധാനപ്രിയനും ഒക്കെ ആയിരിക്കണം. അപ്പോൾ പുള്ളിക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് അവരാരാണെന്നുള്ളതിനെക്കുറിച്ച്. ഇത് വലിയൊരു കോൺഫിഡൻസാണ്. അക്രൈസ്തവ സഹോദരിയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ പൊന്നാണ്. അത് അവരെന്നെപ്പോലെ ശാന്തശീലതും നല്ല സ്വഭാവമുള്ള ആളായിരിക്കണമെന്ന്. അവർക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്നിട്ട് എന്താ പറയണത്? ഞാൻ ചോദിച്ചത് തന്നെ ഈശോ തന്നു എന്നാണ്. സമാധാനപ്രിയനാണ്, ശാന്തനാണ്, ദൈവഭയമുണ്ട്, പിന്നെ കൂടാതെ ഗവൺമെൻറ് ജോലിയുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചത് ഉടമ്പടിയുടെ ഒരു റേഞ്ച് അതാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ ഗവൺമെൻറ് തഹസിൽദാരായാലും ശരി ആരായാലും നമ്മളോട് ചോദിക്കേണ്ടത് സ്കീം വരട്ടെ എന്നേ പറയത്തുള്ളൂ. അതിൻ്റെ സ്കീം ഉണ്ടോ എന്ന് നോക്കട്ടെ. സ്കീം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് സർവൻസിന് ഗവൺമെൻറ് സ്കീം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അഴിമതിയാവും. ഇതുപോലെ തന്നെ ബിബ്ലിക്കൽ സ്കീമുണ്ട്. ഇവളുടെ രതിയുടെ അപേക്ഷ എന്ന് പറഞ്ഞ സ്കീം അനുസരിച്ചാണ്. എന്താണ് അത്? ലുക്ക 11:11 എന്താണ്? മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തെളിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം മുട്ട തന്നെ നമ്മൾ ചോദിക്കണത് തന്നെ തരുന്നതിന് ദൈവത്തിന് യാതൊരുവിധ തടസ്സങ്ങളും നിലനിൽക്കുന്നില്ല എന്നാണ്. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ ചോദിക്കുന്ന തന്നെ തരുന്നതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല. പക്ഷേ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ ചോദിക്കുന്നതിൽ കളങ്കം ഉണ്ടാകരുത്. കളങ്കിതമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും വരുന്നൊരു വിഷയം, പ്രാർത്ഥനയ്ക്ക് കളങ്കം വരും. ഞങ്ങളത് ഉടമ്പടി ബ്ലാക്ക് എന്ന് വിളിക്കണതിന്. ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ ദൈവത്തിന് കൂടി വിസിബിളായിട്ടുള്ള ഒരു അപേക്ഷയായിരിക്കണം അത്. ഇപ്പം നിങ്ങൾക്ക് 3 നില വീടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചോ? ഇപ്പം ഇന്നാളുടെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ ഇതാണ്, ഞാൻ 1 നില വീട് ചോദിച്ചു, കർത്താവ് എനിക്ക് 18 മുറിയുള്ള വീട് തന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 18 നില കൊണ്ട് എന്നാ കാണിക്കാൻ പോണെന്ന് ചോദിച്ചു. അതിന് വീട്ടിൽ ഒരു പെൺകൊച്ചും അവരും അപ്പനേ ഉള്ളൂ. അതിൽ 3 പേരേ ഉള്ളൂ. 6 മുറി വെച്ച് ഇവർ മാറി താമസിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു ആളുകളിയുണ്ട്. അടുത്തുള്ള വീട്ടുകാരുടെ വീടിന് ഇത്ര വലിപ്പമായത് കൊണ്ട് ഇവരും അതുപോലെ വലിപ്പം ചോദിക്കുകയാണ്. ഇവിടെയാണ് കളങ്കം എന്ന് പറയുന്നത്. കളങ്കിതം, ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ കളങ്കമായി പോകും. അത് ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഇതിന് രതിയുടെ ഈ വിഷയത്തിൽ കളങ്കമില്ല. മനഃശുദ്ധിയോടുകൂടി അവൾക്ക് അതിൻ്റെ അകത്ത് വേറെ ഒന്നും തോന്നിയില്ല. അവൾ എന്നെപ്പോലെ ശാന്തനായ ദൈവഭയമുള്ള ആളെ വേണം, എനിക്ക് സെക്യൂരിറ്റി വേണമെന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അത് അവളുടെ ഒരു അറിവിൻ്റെ പരിമിതിയാണ്. എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 മദ്രാസ് സ്റ്റേറ്റ് ഇവിടെ കൂട്ടിയിടേണ്ടി വരുമായിരിക്കും.
എല്ലാവർക്കും തന്നെ എല്ലാ ചേച്ചിമാരും ഗവൺമെൻറ് ജോലി ചോദിച്ചാലേ, ഭർത്താക്കന്മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്രാസിലുള്ള ഇതും കൂടി സീറ്റ് കൂടി നമുക്ക് തരേണ്ടി വരും. അപ്പോഴേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്, ആ പാവം ശുദ്ധഗതിക്ക് അങ്ങനെ ചോദിച്ചു, പക്ഷെ അതൊരു മാതൃകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകയല്ല. കാര്യം ദൈവം നമ്മളെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് മാത്രമേ ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളൂ. ഏത് വിധേനയാകണമെന്നുള്ളത് അത് ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. ഏത് വിധേനയാകണമെന്നുള്ളത് നമ്മൾക്കിപ്പോൾ എല്ലാവരും ഇവിടെ IELTS എഴുതി ഇപ്പം തന്നെ കാനഡയിലേക്കും UK പോവുകയാണ്. ഇവിടെ കേരളത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന കൂടിയില്ല, കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കൂടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളെന്താ ഇപ്പം ഇത് ഒക്കെ എഴുതിയാൽ PSC എഴുതിയാൽ ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ അവർ ചിരിക്കും. എന്ത് കാര്യം, ഞാനുമായിട്ട് തർക്കിക്കാൻ അവർ തയ്യാറല്ല. അതാണ് അവർ ചിരിക്കണത്. ആ ചിരിയുടെ അകത്ത് കുറേ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടെ നിന്നാൽ അപ്പനെയും അമ്മനെ നോക്കേണ്ടി വരും. അതാണ് ഒരു ചിരി, കള്ളച്ചിരിയുടെ അടുത്തുള്ള സാധനമാണ്. അപ്പനെയും അമ്മയും നോക്കേണ്ടി വരും, അതൊരു വിഷയമാണ്. അവരെ ചുവന്ന ആശുപത്രിക്ക് പോകേണ്ടി വരും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതം ആശുപത്രിയിലും അടുക്കളയ്ക്കൊക്കെ ആയിട്ട് തള്ളപ്പെടും. ഇപ്പോൾ ടീച്ചർമാരാണെന്ന് പറഞ്ഞാൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ വരികയില്ലേ, വന്നാലും ജോലിയൊക്കെ എടുക്കണമല്ല. കുറച്ച് കാലമൊക്കെ നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങാമെങ്കിലും നമ്മൾ മാത്രം ഉത്തരവാദിത്തമുള്ള ജീവിതം വരുമ്പോൾ ടീച്ചർമാരെ കിടക്കുമ്പോൾ 11:30 മണിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള നൂലാമാലകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. പിന്നെ ആവശ്യമില്ലാത്ത, അവിടെ ഫെഡറലായത് കാരണം അടിച്ച് പൊളിച്ച് ജീവിക്കാം. ആരും ആരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, നമ്മുടെ കാര്യത്തിൽ ആരും വന്ന് ഇടപെടത്തില്ല. ഇങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ട്. ഈ ധാരണകൾ വെച്ചുകൊണ്ട് ഒരു ഒളിച്ചോട്ടമാണോ ഈ വിപ്രാസി ചെയ്യണമെന്ന് കർത്താവ് ചോദിച്ചാൽ, അതിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കഴമ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും ഈ പ്രാർത്ഥന ആധ്യാത്മികമായിട്ട് ഗുണം ചെയ്യത്തില്ല. ഭൗതികമായിട്ട് ഗുണം ചെയ്യുകയേ, അത് 70 കൊല്ലമല്ലേ ഉള്ളൂ. 70 കൊല്ലം തന്നെ ചെയ്യുവാന്ന് അറിയത്തില്ല. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടത് 40 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയ കക്ഷികളാണ്. ഇപ്പം 40ാമത്തെ കൊല്ലം തിരിച്ച് വന്നിരിക്കണ്ടേ, ഇവിടെ മരിക്കാൻ വേണ്ടി വന്നിരിക്കുക. 40 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയവരാണ്. അത്യാവശ്യം പൈസയൊക്കെ എല്ലാം ഉണ്ടാക്കി നിറച്ച് മാലിന്യം പൊന്നൊക്കെ ഇട്ടുകൊണ്ട് അവരങ്ങനെ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ്? മരിക്കാൻ സമയമായി, അപ്പോൾ ഇങ്ങോട്ട് പോരുകയാണ്. അവിടെ മരിക്കാൻ കൊള്ളത്തില്ല സ്ഥലം. അതാണ് വിഷയം. അപ്പോൾ ഇതിനുള്ളിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, സഹോദരങ്ങളെ സന്ധിക്കണം, അയൽവാസിനെ സന്ധിക്കണം, കുറേ ആൾക്കാരെ സന്ധിക്കേണ്ടി വരും. അയൽവാസികളില്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസവമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രഹസ്യ അജണ്ട പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉടമ്പടിയാണ് കാര്യം ശരി, പക്ഷേ ഇതിൻ്റെ നീ മനുഷ്യനെ മറന്ന് ദൈവത്തെ മറന്നുള്ള സ്വതസിദ്ധമായ സ്വകാര്യ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും രഹസ്യമായ കാര്യപരിപാടികൾ പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിഷ്കളങ്കമല്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിഷ്കളങ്കമായ പ്രാർത്ഥനയാൽ മനുഷ്യനെയും ദൈവത്തെയും കൂടെ കൂട്ടുന്ന പ്രാർത്ഥനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് നൽകണമേ.
പാടുക. എപ്പോഴും ഈ പ്രാർത്ഥന സ്പ്രൗട്ട് ചെയ്യേണ്ട ഒരു കൾച്ചർ ചെയ്യേണ്ട ഒരു ഹൃദയത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് നമുക്ക് ചില മണ്ണിലൊക്കെ നമ്മൾ എന്ത് വിതച്ചാലും ഇങ്ങനെ മെല്ലിച്ച് മഞ്ഞച്ചൊക്കെ വന്നെ കാണാം. ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്. ചില മണ്ണിലെ പയണൊക്കെ കൂടുതലുള്ള മണ്ണിലൊക്കെ നമ്മൾ എന്തെങ്കിലും വിതച്ച് നെല്ല് ഗോതമ്പ് വിതച്ചാലും മഞ്ഞ നിറത്തിലെ ഒരു അല്ലെ കെടുവള്ളം. ഈ കെടുവളം ഉണ്ടല്ലോ, പലതരത്തിലുള്ള വളങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യണ ഭൂമിയാണെങ്കിൽ ഈ മഴ പെയ്യുമ്പോഴൊക്കെ ഒരു തന്നെ ഇരുമ്പിൻ്റെ കറ പോലെ സാധനം പുറത്തേക്ക് വരികയല്ലേ മണ്ണിൻ്റെ മുകളിൽ. അത്ര മണ്ണിലൊക്കെ നമ്മൾ എന്തെങ്കിലും നടുകയാണെങ്കിൽ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കോലച്ച് വരും. കറുത്ത നിറത്തിൽ വരേണ്ടതാണ് അല്ലേ. ഇതുപോലെ പ്രാർത്ഥന നല്ല കരിമ്പച്ച പ്രാർത്ഥനയുണ്ട്, മഞ്ഞ പ്രാർത്ഥനയുണ്ട്. മഞ്ഞ പുസ്തകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് മാലിസായിട്ടുള്ള ലിറ്ററേച്ചർ. അതുപോലെ തന്നെ പ്രാർത്ഥനയും മഞ്ഞ പ്രാർത്ഥനയുണ്ട്. എന്നുവെച്ചാൽ നല്ല വളക്കൂറുള്ള ഹൃദയത്തിൽ നല്ല പ്രാർത്ഥന വരുന്നെങ്കിൽ അത് മഞ്ഞ പ്രാർത്ഥനയായിപ്പോവും, കോലച്ച പ്രാർത്ഥനയായിപ്പോവും. എന്താ ഉദാഹരണം, ഇപ്പോൾ വളക്കൂറുള്ള ഹൃദയം, ഇപ്പം ഹൃദയത്തെ ആണല്ലോ ഉദ്ദേശിക്കേണ്ടത്. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നല്ലേ വരണത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ നോക്കണത്? ഹൃദയത്തെയല്ലേ നോക്കണത്. നമ്മൾ കൈ ഉയർത്തിയിട്ടുണ്ട്, മുട്ടയൊക്കെ വന്ന് കിടക്കണമെന്നൊന്നും ഈശോ നോക്കത്തില്ലേ. അത് സെക്കൻഡ് റെഫറൻസാണ്. നമ്മൾ കൈ ഉയർത്തണത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യന്ത്രം പോലെ ഞങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തും. കൈ അടിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കൈ അടിക്കും. അപ്പോഴേ അതൊക്കെ ഒരു തരം നമ്മൾ പറയുന്ന കൊണ്ട് നിങ്ങളത് ചെയ്തു പോണതാണ്. പക്ഷെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശരീരഭാഷയ്ക്കെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് ബന്ധമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമായിട്ട് ബന്ധമുണ്ട്. മുട്ടേ നിൽക്കുകയാണെങ്കിൽ മുട്ടേ നിൽക്കുന്നതും ഒരു പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇതിനേക്കാൾ പെർഫെക്റ്റായിട്ട് ഒരു പ്രെയർ ഫോർമുല ഇനി കിട്ടാനില്ല. അത്രയും പെർഫെക്റ്റാണ്. കാരണം ഇത് ഫീൽഡിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രാർത്ഥനയാണ്. അതേസമയം തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റ് പ്രാർത്ഥന പോലെ ഹൈപ്പോത്തിസിസ് അംബിഗ്വസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ഷാർപ്പ് ഷൂട്ടറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉന്നവെക്കുന്ന വിഷയം, ഈ ഉടമ്പടി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പാഡ്, ഇപ്പം മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പാഡില്ലേ, അതും അതിൻ്റെ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സ് ഏത് രീതിയിലായിരിക്കണം. കാര്യം ആ മനസ്സിന് മാറ്റമില്ലാതെ അത് ഈ കെടുവളം പോലെയൊക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ ഉടമ്പടി ഈ മഞ്ഞച്ച് കോലച്ച് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? നല്ല ഷൂട്ട് ചെയ്ത് കരിമ്പച്ചയായിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് 100 മേനി 60 മേനി വിളവ് നൽകണത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത്, പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ ഹൃദയമാണ് ആദ്യം ഉള്ളത്. അതെപ്പോഴും നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത് അല്ല, പ്രാർത്ഥനാ ഹൃദയം വേണം. അതെന്താണെന്ന് വെച്ചാൽ പറയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ഹൃദയം നൽകണമേ. നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട പ്രീ റിക്വസിസ്റ്റ് എന്ന് പറയണത്, മുന്നാവശ്യം എന്ന് പറയണത് പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയമാണ്. പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയം.
ഇപ്പോൾ പലപ്പോഴും വിഷയം ദൈവം എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. കർത്താവ് പറയുന്ന വാക്കാണത്. നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അവിടെയാണ് വിഷയം. അത് കാര്യം വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് അനപേക്ഷണീയമായ ഹൃദയമല്ല. നമ്മൾ ഈ വിഷയത്തെ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരുമിച്ച് കറക്ഷന് വിധേയമാകുകയാണെങ്കിൽ ഉടമ്പടി കുറച്ചുകൂടി സ്പീഡപ്പ് ആകാൻ സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെയല്ല, സബ്ജക്റ്റിനെയാണ്. അത് നമ്മളെപ്പോഴും ഇപ്പം നമുക്ക് കല്യാണം വെക്കുക, അത് ഒബ്ജക്റ്റാണല്ലേ, വസ്തുവാണ്. നമുക്ക് പുറത്ത് സംഭവിക്കണ നമുക്ക് തരേണ്ട അനുഗ്രഹമാണ്. പക്ഷേ നമ്മൾ ഉടമ്പടിയുടെ സമീപനത്തിൽ ആ കർമ്മത്തെക്കാളുപരി കർത്താവിനെ, ആ വ്യക്തിയെ, സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ റേഞ്ച് കുറച്ചുകൂടി വ്യത്യാസം വരും. വ്യക്തിയെ, അതാണ് അച്ഛൻ ഈ പ്രാർത്ഥനയ്ക്ക് അനപേക്ഷിതമായ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജോലി, അപ്പോൾ ജോലി, പിന്നെ അതിൻ്റെ ശമ്പളം, അത് പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ഈ പ്രാർത്ഥന സ്പീഡപ്പ് ചെയ്യാൻ വൈ ഐ ഷുഡ് ഗീവ്, എന്തുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഹൃദയമായി മാറാൻ പ്രത്യേകം നമ്മൾ ഒരു ശ്രദ്ധയുണ്ടാകണത് ഉടമ്പടിയുടെ സ്പീഡ് സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയും കൊണ്ട് നിറച്ച് ഉടമ്പടിക്ക് അനുയോജ്യമായ ഒരു ഹൃദയമായി എന്നെ പരിവർത്തനം ചെയ്യിക്കണമേ. എന്നെ പരിവർത്തനം ചെയ്യിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിക്ക് അനുബന്ധമായ ഹൃദയം കർത്താവേ ആരാധന, ആരാധന. പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇപ്പൊ ശതാധിപനെ ദൈവം അനുഗ്രഹിക്കണ എങ്ങനെയാണ്? ശതാധിപൻ വിശ്വസിച്ചതുപോലെയാണ്. ഈശോ എന്താ പറയണത് ശതാധിപനോട്? 8:13 ആ മെസ്സേജ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:13 ശതാധിപനോട് ഈശോ എന്നാ പറയണത്? നീ വിശ്വസിച്ചതുപോലെ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നിനക്ക് സംഭവിക്കട്ടെ. അപ്പൊ അത് ശതാധിപന്റെ പ്രാർത്ഥനയുടെ ഒരു ഷാർപ്നെസ് വ്യക്തമാണ്. ശതാധിപൻ എന്താ പറഞ്ഞത്? കർത്താവേ, നീ ഒരു വാക്ക് ഇവിടെ നിന്ന് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഒരു വാക്ക്. ഇപ്പം ദൈവത്തിൻ്റെ വചനത്തിന് അയാൾക്ക് വല്ലാത്ത വിശ്വാസമാണ്. അയാളുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത ഈശോയുടെ വചനത്തിൽ കളർപ്പില്ലാതെ, ചഞ്ചരിപ്പില്ലാതെ, സംശയമില്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിൻ്റെ വരുന്ന വിഷയം. ഇപ്പോൾ ഇന്നലെ ഷേൽ ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞു. ഷേൽ ടീച്ചർ നേരത്തെ ഒരു സാക്ഷ്യബോധമംഗലത്തുനിന്ന് ഷേൽ ടീച്ചർ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2.25 ലക്ഷം ആൾക്കാർ ഇത് കണ്ടെന്നാണ് ടീച്ചർ ഇന്നലെ രേഖപ്പെടുത്തി. ഇവിടെ സാക്ഷ്യത്തിന് കൂടെ പറഞ്ഞതാണ്. ഇപ്പോഴും പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത്
പണ്ട് 7 മാസം മുമ്പ് ഈ കോതമംഗലത്തെ ഷെൽ ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. മാരകമായ ഒരു രോഗത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചതാണ്. പക്ഷെ അതിനുശേഷം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ വന്ന് പറഞ്ഞു. ആദ്യത്തെ സാക്ഷ്യൻ 2.25 ലക്ഷം ആൾക്കാർ കണ്ട സാക്ഷ്യം. ഇന്നലത്തെ സാക്ഷ്യം അവർ പറഞ്ഞത് ഇതാണ്: ഈ ആദ്യത്തെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അവർ മുടന്തിയാണ് വന്നത്. അവർക്ക് വേറെ 2 ഗുരുതരമായ രോഗങ്ങൾ സുഖപ്പെട്ടു, പക്ഷേ അതിനേക്കാൾ ഒരു പുതിയൊരു രോഗം അവർക്കുണ്ടായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ നടുവലിൻ്റെ ഉള്ളിലെവിടെയോ 12-ാമത്തെയും 11-ാമത്തെയും കശേരികളൊക്കെ നീർവീക്കം ഉണ്ടായി. ഡോക്ടർ അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ല് ഇങ്ങോട്ട് വളർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റണില്ല, മുടന്തിയാണ് ഇവിടെ. ഞാൻ അൾത്താരെ നിൽക്കുമ്പോൾ അവർക്കാണ് നല്ല ആവശ്യത്തിന് വണ്ണമുണ്ട്, എങ്കിലും അവർ മുടന്തിയാണ് ഈ അൾത്താരെ കയറണം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കര, നമുക്കറിയാമല്ലോ, എല്ല് നടുവലിൻ്റെ അകത്ത് വളർന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറഞ്ഞത്, അത് ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമെന്നാണ് പറഞ്ഞത്. ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബയോപ്സിക്ക് എടുക്കണ്ടേ, അതെടുക്കാൻ പറ്റാത്ത സ്ഥലത്താണ്, നടുവിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം വളരണത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. 6 മാസത്തെ മരുന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ ടീച്ചറിന് എൻ്റെ അടുത്ത് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ബയോപ്സിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. അപ്പോഴേ അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വളർന്ന് അത് വലിയ ഓപ്പറേഷനിലൂടെ തീരും. എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ, എന്താണെന്നൊക്കെ മനസ്സിലാവാത്ത അവസ്ഥയിൽ അത് നടുവലിൻ്റെ മർമ്മത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. ശരി, നടക്കാൻ പറ്റുമോ, നമുക്ക് കമ്പയറേണ്ടി വരുമോ ഒക്കെ ഒന്നും അറിയത്തില്ല. കരുത്തിന് വണ്ണമുള്ള ആളാണെങ്കിൽ പിന്നെ സഹിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താ വിഷയം? അപ്പം ഞാൻ എന്നാ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഈ ടീച്ചറിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മുട്ടയിൽ നിന്നിട്ട് ഞാൻ തിരിച്ച് എന്ന് വെച്ചും സൈത്തം എടുത്തിട്ട്, അൾത്താരെ ഞാൻ ശുശ്രൂഷ ചെയ്യണത് ഉടമ്പടി തൈലവും സൈത്തും കൂടി ചേർത്തിട്ടുള്ള ഓയിലാണ് ആൾക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ടീച്ചറിൻ്റെ തള്ളവിരലില്ലേ, ഞാൻ സൈത്ത് തേച്ച് കൊടുക്കും. തേച്ച് കൊടുത്തിട്ട് പറഞ്ഞ് ടീച്ചർ ബാത്റൂമിൽ ചെന്നിട്ട് ഇപ്പം തന്നെ ആ നടുവലിൻ്റെ ആ മുടന്തി നിൽക്കുന്ന സ്ഥലത്ത്, അനങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തേച്ചിട്ട് വരാൻ പറഞ്ഞു. അവരത് വിശ്വാസപ്രമാണം ചൊല്ലിയ അതവിടെ പോയി അപ്ലൈ ചെയ്ത് അവർ തിരിച്ചു വന്ന് ബ്ലെസ് ചെയ്തോടുകൂടി ഇവരുടെ കിടപ്പ് ആയിട്ട് അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് മാറി. പിന്നെ പതുക്കെ ജോലിയെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എല്ലാം അവിടെ ഇല്ല. അതിന് പകരം കാൽഷ്യത്തിൻ്റെ ചെറിയൊരു ഫോർമേഷൻ കാണാനും പറ്റണില്ല. തീർന്ന ആ വിഷയം. ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്യണം. ഞാൻ എന്താണ് ചെയ്തത്, ടീച്ചർ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ ചെയ്തത് മാതാവിൻ്റെ മുമ്പിൽ ഈ വിഷയം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പോലും കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ്. അപ്പം ഞാനെന്ത് ചെയ്ത്, ഞാൻ ഫുള്ളായിട്ട് മാതാവിനെ ആശ്രയിച്ച് അവിടെ മുട്ടയിൽ നിന്നു. അപ്പം അതിനകത്ത് വരുന്ന വിഷയത്തെ അതിന് വരുന്നൊരു വിഷയം, ഞാൻ മുട്ടയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കുറച്ച് സീരിയസ് വിഷയമാണെന്ന് കണ്ടാൽ ഞാൻ അത് മുട്ടയിൽ നിൽക്കും. കാര്യം ഈ പ്രാർത്ഥനകൾക്കെല്ലാം നമ്മുടെ ബോഡി പോസ്റ്ററിനെല്ലാം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നിന്ന് പ്രാർത്ഥിക്കണതും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണതും. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കമന്ന കിടന്നാണ് പ്രാർത്ഥിക്കുന്നത് അൾത്താറിലെ അച്ഛന്മാരല്ലേ. ഞങ്ങളൊക്കെ ദുഃഖ വെള്ളിയാഴ്ച കയറുമ്പോൾ ചോസുബിളൊക്കെ റെഡ് ചോസുബിൾ ഇട്ടിട്ട് ആ ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2:45 അൾത്താരയിൽ കമന്ന് കിടക്കും 4 മണിക്കൂറോളം. അതെന്തിനാ അങ്ങനെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഗെത്സെമനിൽ കിടന്നതിൻ്റെ ഓർമ്മയാണ്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ പിതാവിൻ്റെക്ക് ഏറ്റെടുക്കുകയാണ് ഗെത്സെമനയിലെ. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്കുണ്ടാകുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ക്രിസ്തു പിതാവിൻ്റെ പക്കൽ നിന്ന് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ പരിഹാരം ചെയ്യാൻ വേണ്ടി. അതിനാണ് ക്രിസ്തു ഗെത്സെമനയിൽ
കമന്ന് കിടക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രെയറാണ്. അത് റെയറായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രെയർ ചെയ്യാം. പക്ഷേ അങ്ങനെ പ്രെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ബോഡി എന്ത് പോസ്റ്റർ കാണിക്കുന്നൊന്നുമല്ല പ്രശ്നം. അതിൽ നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇപ്പം നിങ്ങൾ മുട്ടേ നിൽക്കുന്നോ? മുട്ടേ നിൽക്കാൻ ആർക്കാൻ പറ്റാത്തത്. പക്ഷേ അവിടെ മുട്ടേ നിൽക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ വിഷയം വന്നത്. ആൾക്കാരിങ്ങനെ യാന്ത്രികമായിട്ട് മുട്ടേ നിൽക്കുകയും കിടക്കുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യും, കൈ പൊക്കുകയും തല ഉയർത്തുകയൊക്കെ ചെയ്യും. ഇതെല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ശാരീരികമായ നമ്മൾ കാണിക്കുന്ന ഓരോ തരത്തിലുള്ള അംഗവിക്ഷേപങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഹാർട്ടുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കുന്നത് നമ്മൾ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആൾക്കാർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഇതാണ്. ഹാർട്ട് ഇതിനകത്ത് ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ ബോഡി പോസ്റ്ററൊക്കെ ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് ഹൃദയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഹൃദയം കൂടി അതിൻ്റെ കൂടെ ഘടിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥന റിസീവ് ചെയ്യണത്. കാര്യം നമ്മളത് മീൻ ചെയ്യുന്ന പോലെ ദൈവത്തിന് തോന്നാം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലാതെ ഞങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് വരുമ്പോൾ ഈ നമ്മുടെ ബോഡി പോസ്റ്റർ ഒന്നാമത്തെ തന്നെ പണ്ട് മുതലേ ദൈവത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തതാണ്. മനുഷ്യൻ കാണിക്കുന്ന ഈ മുഖഭാവങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ അംഗവിക്ഷേപങ്ങളോടൊക്കെ ദൈവത്തിന് അത്രയ്ക്ക് ഒരു പോസിറ്റീവ് മൈൻഡല്ല ഉള്ളത്. ഒരാളിൻ്റെ ഫിസിക്കൽ പോസ്റ്റർ, അല്ലെങ്കിൽ അയാളുടെ ആഢ്യത, അല്ലെങ്കിൽ അയാൾക്ക് മറ്റുള്ള എക്സ്റ്റേണൽ ഫാരാഫ്രനാലിയാസൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ദാവീദിൻ്റെ കാര്യം തന്നെ എടുക്കാം. ദാവീദിൻ്റെ കാര്യം എന്താ പറയണത്? ദാവീദിൻ്റെ വീട്ടിൽ സാമുവൽ പ്രവാചകൻ വരുമ്പോൾ ജെസ്സയുടെ എല്ലാ മക്കളെയും അയാൾ കൊണ്ടുവരുന്നുണ്ട്. പ്രഗത്ഭന്മാരായ എല്ലാ മക്കളെയും കൊണ്ടുവന്നിട്ട് സാമുവലിനോട് ദൈവം പറയും ഹീസ് നോട്ട് എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് ദൈവത്തിന് യാതൊരുവിധ ചഞ്ചലിപ്പുമില്ല. നമ്മൾ കൈ ഉയർത്തുമ്പോൾ ചിലപ്പോൾ ഷീസ് നോട്ട് എന്ന് ദൈവം പറയും. എന്താ കാര്യം? നമ്മളിങ്ങനെ കയ്യാങ്കളിക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ദൈവം ഈ അംഗവിക്ഷേപത്തിൽ അത്ര കണ്ട താല്പര്യമല്ല. അത് നമുക്ക് ആ വചനം നോക്കുമ്പോഴേ ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 പരമദിവ്യകാരുണ്യത്തിന് 1 സാമുവേൽ 16:7 ഏറ്റുപറഞ്ഞ മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അതാണ് വിഷയം. അപ്പം ദൈവം ശ്രദ്ധിക്കേണ്ടത് ഹൃദയഭാവത്തിലാണ്. ബാഹ്യം ഇപ്പം നമ്മൾ മുട്ട നിന്നാലും നിരങ്ങിയാലും കമന്ന് കടന്നാലും ഹൃദയത്തിൻ്റെ പൊസിഷനാണെന്ന് പറയുന്നത്. ബോഡി പോസ്റ്ററിനേക്കാൾ ഉപരി ബോഡി പോസ്റ്റർ ഹൃദയവുമായിട്ട് ലിങ്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പരാജയം, ബോഡി പോസ്റ്ററിൽ ഹൃദയവുമായിട്ട് ലിങ്ക് ചെയ്യാറില്ല. ഹൃദയം അതിൻ്റെ വഴിക്ക് പോകും. ജെറമിയ പറഞ്ഞ പോലെ മറ്റെല്ലാ വസ്തുക്കളേക്കാൾ കൗടില്യം പിടിച്ചതാണ് ഹൃദയമെന്ന്. അതായത് ഹൃദയത്തിൻ്റെ വഴിക്ക് പോകും, ബോഡി പോസ്റ്റർ വേറെ വരും.
അങ്ങനെ വരരുത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ശാരീരികമായ എൻ്റെ ശാരീരികമായ പ്രാർത്ഥനയുടെ അടയാളങ്ങളും എൻ്റെ ഹൃദയ വിചാരങ്ങളും ഒന്നായി മാറുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ. എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ അങ്ങ് പുനഃക്രമീകരിക്കണമേ കർത്താവേ. ഉടമ്പടിയിൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.